അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കണം. എത്രത്തോളം ക്ഷമ കൈക്കൊള്ളാൻ കഴിയുമെങ്കിൽ അത്രത്തോളം ക്ഷമ നാം കൈക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രമാണ് താഴെ ഞാൻ വിവരിക്കാൻ പോകുന്നത്. ഒരു വാക്കിന് 3 ദിവസം. ഹസ്രത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഴയകാല സുഹൃത്തായിരുന്നു. മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടും മുമ്പ് ഒരിക്കൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സാധനം വിലക്ക് വാങ്ങിയിരുന്നു. വില അല്പം മാത്രമേ റൊക്കമായി കൊടുക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ. പിന്നീട് എന്റെ അടുക്കൽ പണം വന്നു ചേർന്നു. അങ്ങനെ ഇരിക്കവേ വഴിയിൽ വെച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനിടയായി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഇവിടെ അല്പം കാത്തിരിക്കണം, ഞാൻ വേഗം വീട്ടിൽ പോയി പണം എടുത്തു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പണമെടുക്കാനായി വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എന്തോ സംഗതിവശാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തു നിൽക്കുന്ന കാര്യം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മറന്നുപോയി. പിന്നീട് 3 ദിവസം കഴിഞ്ഞാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ വന്നത്. ഉടനെ പണമെടുത്തുകൊണ്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. 3 ദിവസമായി എന്റെ വരവും കാത്ത് നബി തങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ എനിക്ക് പ്രയാസമുണ്ടാക്കി. 3 ദിവസമായി ഞാൻ ക്ഷമയോടുകൂടെ അങ്ങയുടെ വരവും കാത്ത് ഇവിടെ കാത്തു നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടരും.